Hi dear friends, welcome to RJ's physics classes. +1 physics, രസകരമായ ലോകം, മോഷൻ along a straight line, അതിലും സുന്ദരമായ ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ ഡിഫറെൻറ്റ് ഗ്രാഫുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഏതൊക്കെയോ രണ്ട് തരം ഗ്രാഫ് ഉണ്ടായിരുന്നില്ലേ? s-t ഗ്രാഫ് ആൻഡ് v-t ഗ്രാഫ് അല്ലേ? രണ്ട് തരം ഗ്രാഫുകൾ നമ്മൾ പറഞ്ഞു. ഒരു ഗ്രാഫിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഗ്രാഫ് എങ്ങനെ നമുക്കറിയാം. ഫസ്റ്റ് വേർഡ് വിൽ ഇൻഡിക്കേറ്റ് y ആക്സിസ്, സെക്കൻഡ് വേർഡ് വിൽ ഇൻഡിക്കേറ്റ് x ആക്സിസ്. ഒന്നാമത്തെ വാക്ക് y ആക്സിസിലാണ് വരിക, രണ്ടാമത്തെ വാക്ക് x ആക്സിസിലാണ് വരിക. ഓക്കെ, ഇനി ഗ്രാഫിൻ്റെ അടുത്തൊരു ഐഡൻറ്റിറ്റിയും കൂടിയും നമ്മൾ പഠിച്ചു തോന്നുന്നു. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇക്വേഷനിൽ ഡിവൈഡഡ് ബൈ എന്നാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, സോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ s-t ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും, s/t. ആക്സിലറേഷൻ v/t. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, സോ ആ പറഞ്ഞ ഐഡിയ ഒന്നും കൂടെ ഉറപ്പിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. ഓക്കെ, സോ നോട്ട്ബുക്കും പെന്നും എടുത്തിട്ടുണ്ടാവുമല്ലോ. നമ്മളുടെ ക്വസ്റ്റ്യൻസ് എഴുതാൻ റെഡി ആയിട്ടാവും നിങ്ങൾ ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കണം. ഒരിക്കൽ കൂടെ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ y/x ആണ്. ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ y ഇൻറ്റു x ആണ്. y കോർഡിനേറ്റ് ഇൻറ്റു x കോർഡിനേറ്റ്. അപ്പോൾ എന്ത് കിട്ടണോ അതായിരിക്കും ആൻസർ. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിലൂടെ മൂവ് ചെയ്യാം. ദാറ്റ് ഷുഡ് ബി ബെറ്റർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് slope of s-t graph will give velocity. Show that slope of s-t graph will give velocity. Okay, so നമുക്ക് ഒരു s-t ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, s-t ഗ്രാഫ്. So s on the y axis and t on the x axis. ഇനി നമ്മളിതിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, ഗ്രാഫ് വരച്ചു. s-t ഗ്രാഫാണ്. ഇവിടെ എസും ഇവിടെ ടിയും. ഇതെന്തിൻ്റെ ഗ്രാഫാ? നമുക്കറിയാം, ഇറ്റ്സ് എ ഗ്രാഫ് ഫോർ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. സ്ലോപ്പ് ഓഫ് s-t ഗ്രാഫ് വിൽ ഗീവ് വെലോസിറ്റി. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടുമെന്ന് കാണണം. വളരെ സിമ്പിൾ. സ്ലോപ്പ് മീൻസ് ടാൻ തീറ്റ. സോ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ നമുക്ക് കിട്ടുക ട്രയാങ്കിൾ എന്നാണ്. ഈ ആംഗിൾ തീറ്റ. ഇതിന് പേര് കൊടുക്കുകയാണ് ABC. ഈ പൊസിഷനെ നമ്മൾ S1 എന്ന് വിളിക്കുകയാണ്, ഈ പൊസിഷനെ S2 എന്ന് വിളിക്കുകയാണ്, ഈ സമയത്തിനെ T1 എന്ന് വിളിക്കുകയാണ്, ഈ സമയത്തിനെ T2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സോ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ടാൻ തീറ്റയാണ്. ഓക്കെ, സോ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എതിർവശം ബൈ സമീപവശം. അതാണ് ടാൻ തീറ്റ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് BC ബൈ AB. കറക്റ്റ് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് BC ആണ്, അഡ്ജസൻറ്റ് സൈഡ് AB ആണ്. ഓക്കെ, സോ സ്ലോപ്പ് ഈക്വൽ ടു BC എന്ന് പറഞ്ഞാൽ S2 മൈനസ് S1. S2 ന്ന് S1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് BC. S2 മൈനസ് S1 ബൈ AB എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1. S2 മൈനസ് S1 is nothing but displacement. T2 minus T1 is nothing but time. Displacement by time is velocity. So slope of s-t graph will give velocity.
പ്രൂവ് ചെയ്തില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സംഖ്യ പഠിക്കാൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഷോ ദാറ്റ് സ്ലോപ്പ് ഓഫ് ST ഗ്രാഫ് വിൽ ഗീവ് വെലോസിറ്റി. സ്ലോപ്പ് കാണാന്ന് പറഞ്ഞ റൈറ്റ് ട്രയാങ്കിൾ മാർക്ക് ചെയ്യുക, ടാൻ തീറ്റ കണ്ടോളുക. ഓക്കെ, ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, BC എന്ന് പറഞ്ഞാൽ S2 മൈനസ് S1, AB എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദാറ്റ്സ് ഈക്വൽ ടു വെലോസിറ്റി. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതറിയണ കുട്ടിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഫ്രീ ആണ്. ഷോ ദാറ്റ് സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് will give acceleration. Show that slope of VT graph will give acceleration. Okay, so നമ്മൾ ഗ്രാഫ് വരയ്ക്കാണ്. നേരത്തെ വരച്ച അതേപോലെ ഇവിടെ ഒരേ ഒരു വ്യത്യാസം ഗ്രാഫ് VT ഗ്രാഫ് ആണെന്ന് മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ V എന്ന് പറഞ്ഞ കോർഡിനേറ്റ്, ഇവിടെ T എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. ഓക്കെ, VT ഗ്രാഫ്. ഇത് ഏതിൻ്റെ VT ഗ്രാഫാണ് വരിക? നമുക്കറിയാം ആക്സിലറേഷൻ്റെ. ഓക്കെ, ഗെയിൻ സ്ലോപ്പ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഗെയിൻ പേര് കൊടുക്കുക ABC. ഇത് T1 എന്ന് പറഞ്ഞ സമയം, ഇത് T2 എന്ന് പറഞ്ഞ സമയം, ഇത് V1 എന്ന് പറഞ്ഞ വെലോസിറ്റി, ഇത് V2 എന്ന് പറഞ്ഞ വെലോസിറ്റി. ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ മനോഹാരിത ആലോചിച്ച് നോക്കിയേ. ഇവിടെ S വന്നപ്പോൾ S1 S2, ഇവിടെ V വന്നപ്പോൾ V1 V2. ദാറ്റ്സ് ഓൾ. ആകെയുള്ള ചേഞ്ച് അതാണ്. S ഈസ് റീപ്ലേസ്ഡ് ബൈ V. ഓക്കെ, അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്ത് പോവാലോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. Okay, so slope is equal to BC by AB. BC divided by AB. Okay, that is slope is equal to, ഇവിടെ BC എന്ന് പറഞ്ഞ V2 minus V1 by T2 minus T1. So that is slope is equal to change in velocity by time. It is nothing but acceleration. So slope of VT graph will give acceleration. അവിടെ ഒരു തട്ടിപ്പ് മെത്തേഡും കൂടിയും പറയാറുണ്ട്. ST ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ നിങ്ങളായിട്ടൊരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം അതെന്താ വായിക്കുക? S/T. ഇറ്റ്സ് നത്തിങ് ബട്ട് വെലോസിറ്റി. VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മളായിട്ട് നടുവിൽ സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം അതെന്താ വായിക്കുക? V/T. What is V/T? Acceleration. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. പ്രശ്നമൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഷോ ദാറ്റ് ഏരിയ അണ്ടർ VT ഗ്രാഫ് will give displacement in the case of uniform velocity. Show that area under VT graph will give displacement in the case of uniform velocity. So graph വരയ്ക്കാം. Okay, യൂണിഫോം വെലോസിറ്റിൻ്റെ VT ഗ്രാഫ് വരയ്ക്കാം. യൂണിഫോം വെലോസിറ്റിൻ്റെ VT ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ V വരും, ഇവിടെ T വരും. ഓക്കെ, യൂണിഫോം വെലോസിറ്റി മീൻസ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഈ ഗ്രാഫിൽ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ സെലക്ട് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ലൈൻ വരയ്ക്കണോ. ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കണ വിചാരിക്കുക. ഇങ്ങനെ ഇവിടെ 0, ഇവിടെ V, ഇത് T1, ഇത് T2. പേര് കൊടുക്കുക ABCD. ഷോ ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏരിയ അണ്ടർ VT ഗ്രാഫ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഏരിയ ഈക്വൽ ടു AB into BC. Then area equal to
എ ബി എന്ന് പറഞ്ഞാൽ v മൈനസ് 0, ബി സി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1. സോ ഏരിയ ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. Velocity into time is nothing but displacement. Okay, show that area under VT graph will give displacement. പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. Then our fourth question. Show that area under VT graph. Area under VT graph will give displacement in the case of uniform acceleration. Area under VT graph will give displacement in the case of uniform acceleration. Again, figure varikam. Okay, so VT graph. Okay, VT graph varikya. ഇതിലെ യൂണിഫോം ആക്സിലറേഷൻ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ താഴെയുള്ള ചെറിയ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ താഴെയുള്ള ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ഏരിയ നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് വെലോസിറ്റി, ഇത് ടൈം. ഇതിനെ ഞാൻ രണ്ട് പാർട്ടാക്കി മാറ്റുകയാണ്. ഒരു ഭാഗം ട്രയാങ്കിളും അടുത്ത ഭാഗം റെക്റ്റാങ്കിളും. ഇതിൻ്റെ ഏരിയനെ A1 എന്ന് വിളിക്കാം, ഇതിൻ്റെ ഏരിയനെ A2 എന്ന് വിളിക്കാം. ഇത് 0, ഈ സമയം T1, ഈ സമയം T2. ഈ വെലോസിറ്റി U എന്ന് മാർക്ക് ചെയ്യുക, ഈ വെലോസിറ്റി V എന്ന് മാർക്ക് ചെയ്യാം. നമ്മളോട് ചോദിച്ചത് ഏരിയ അണ്ടർ VT ഗ്രാഫ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. സോ ടോട്ടൽ ഏരിയ വിൽ ബി A1 പ്ലസ് A2. ഇതാണ് ടോട്ടൽ ഏരിയ. Total area will be A1 plus A2. Okay, A1 എന്ന് പറയുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ വരിക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് U മൈനസ് 0 ഇൻറ്റു T2 മൈനസ് T1. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, സോ ലെങ്ത് എന്ന് പറഞ്ഞ U മൈനസ് 0, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ T2 മൈനസ് T1. T2 മൈനസ് T1നെ നമുക്ക് T എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് UT. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതാം. സോ A1 ഈക്വൽ ടു UT ആണ്. ആ പറഞ്ഞത് വരെ വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ ഫിഗറിൻ്റെ താഴെയുള്ള ഏരിയനെ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കി മാറ്റി. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞ U മൈനസ് 0, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ T2 മൈനസ് T1. സോ T2 മൈനസ് T1 ഈസ് T, U മൈനസ് 0 ഈസ് U. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞ ഹാഫ് ഇൻറ്റു ബേസ് T2 മൈനസ് T1. ഹൈറ്റ് എന്താ വരിക എന്ന് ചോദിച്ചാൽ ഈ ദൂരല്ലേ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് V മൈനസ് U. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ വരിക V മൈനസ് U ആണ്. സോ A2 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു T2 മൈനസ് T1നെ നമുക്ക് T എന്ന് എഴുതാം. V ഈക്വൽ ടു U പ്ലസ് AT അല്ലേ. അപ്പോൾ V മൈനസ് U എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? AT. സോ ഹാഫ് T ഇൻറ്റു AT or A2 is equal to half AT square. This is our third equation. രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ ഏരിയ ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. എന്ത് UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് S. എന്താ S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഇതന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് S. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ബി ഡിസ്പ്ലേസ്മെന്റ്. അവിടുന്ന് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടും.
ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളായിട്ടൊരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞെങ്കിൽ നമ്മളായിട്ടൊരു ഇൻറ്റു സൈൻ ഇട്ട് കൊടുക്കുക. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ പുട്ട് ആൻ ഇൻറ്റു സൈൻ. ഓക്കെ, സോ ഇൻറ്റു എന്ന് പറഞ്ഞ ഏരിയയാണ്, ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞ സ്ലോപ്പാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് വരിക എന്നാണ്. നത്തിങ് ബട്ട് ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താ വരിക എന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഈ ഗ്രാഫ് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ഇറ്റ് റീച്ചസ് എ വെലോസിറ്റി 40 meter per second in 20 seconds. A car starts from rest and it reaches a velocity 40 meter per second in 20 seconds. Then it moves with the same velocity for next 20 seconds and then comes to rest. In next 40 seconds. Next 40 seconds. Find average velocity of the car. A car starts from rest, reaches a velocity 40 meter per second in 20 seconds. Then it moves with the same velocity for next 20 seconds and then comes to rest in next 40 seconds. Find the average velocity of the car. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് അതിൻ്റെ വി ടി ഗ്രാഫ് വരയ്ക്കാണ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ വി ടി ഗ്രാഫ് വരയ്ക്കാം. വി ടി ഗ്രാഫ്. ഓക്കെ, സോ ആ ഗ്രാഫിൻ്റെ സ്പെസിഫിക്കേഷൻ ആലോചിക്കാം. വി ടി ഗ്രാഫ്. A car starts from rest, reaches a velocity 40 meter per second in 20 seconds. ഓക്കെ, സോ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 20 meter per secondക്ക് എത്തിച്ചേരാണ് 20 സെക്കൻഡ് ഉണ്ട്. 40 meter per secondക്ക് എത്തിച്ചേരാണ് 20 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എഴുതാം 40 meter per second. ഓക്കെ, 20 സെക്കൻഡ് കൊണ്ടാണ് ഈ വെലോസിറ്റിയിൽ എത്തിയത്. Then it moves with the same velocity for next 20 seconds. ഓക്കെ, അടുത്ത 20 സെക്കൻഡ് ഇതേ വെലോസിറ്റി തന്നെ നീങ്ങാണ്. നെക്സ്റ്റ് 20 സെക്കൻഡ്സ് ഇതേ വെലോസിറ്റിയിൽ നീങ്ങണം. Then it comes to rest in next 40 seconds. ഓക്കെ, ഇനി അത് റെസ്റ്റിലേക്ക് എത്താണ് അടുത്ത 40 സെക്കൻഡിൽ. It comes to rest in next 40 seconds. ഓക്കെ, സോ അടുത്ത 40 സെക്കൻഡിൽ അതെന്ത് ചെയ്യാണ്? റെസ്റ്റിലെത്താണ്. ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദി കാർ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ഈ ഏരിയ A1, ഈ ഏരിയ A2, ഈ ഏരിയ A3. ഓക്കെ, ഈ ഏരിയ A1, ഈ ഏരിയ A2, ഈ ഏരിയ A3. സോ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, എന്തായിരിക്കും അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഇറ്റ്സ് എ ട്രയാങ്കിൾ. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ദെൻ ഈ ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഹാഫ് ഇൻറ്റു 40 ഇൻറ്റു 40. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. Okay, so net displacement will be
ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 വരും. സോ 400 പ്ലസ് 20 into 40 800 പ്ലസ് ഇത് കട്ട് ചെയ്യുമ്പോൾ 20 വരും. 20 into 40 800. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2000 മീറ്റർ എന്നാണ്. 2000 മീറ്റർ ആണ് അത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദെൻ ടൈം ടേക്കൺ 20 20 40. സ്വാഭാവികമായിട്ടും 20 plus 20 40 40 plus 40 80 seconds. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. സോ ആവറേജ് വെലോസിറ്റി വിൽ ബി 2000 divided by 80. സോ ഇത് രണ്ടും കട്ട് ചെയ്യും. 200 by 8. 200 by 8 means 25 meter per second. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ചെയ്തു പോകാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്താം. ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യണതിൻ്റെ VT ഗ്രാഫ് തരാണ്. ഓക്കെ, സോ ആ ഗ്രാഫ് ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ആ ഗ്രാഫ് തന്നെ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കൊടുത്തത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ 2 4 6 8. ഓക്കെ, ഇതിൽ ഈ വാല്യൂ 4 ആണ്, ഈ വാല്യൂ -4 ആണ്. വെലോസിറ്റി ആവുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇവിടൊക്കെ സെക്കൻഡുകളും. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് the displacement traveled by this object? What is the displacement traveled by this object? ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഈസിയാണ് അതിൻ്റെ ലോജിക് പറയാൻ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് ചോദിച്ചാൽ ഈസി അല്ലേ? ഇത് 0. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഫസ്റ്റ് ഏരിയ വരിക 4 into 4 16 മീറ്റർ. 4 into 4 എന്ന് പറഞ്ഞാൽ 16 മീറ്റർ. ഓക്കെ, ഇനി ഈ ഏരിയ എത്ര വരിക? A2. That should be 2 into 4. Answer is 8 meter. So net displacement will be A1 minus A2 എന്ന് പറഞ്ഞാൽ 16 minus 8. Answer is 8 meter. ഇത് മൈനസ് ആണ് ചെയ്യാന്ന് എനിക്ക് ഓൾറെഡി അറിയോണ്ടാട്ടോ ഞാൻ ഈ നെഗറ്റീവ് സൈൻ എടുക്കാഞ്ഞ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ടോട്ടൽ ഏരിയ ഇസ് A1 പ്ലസ് A2, എന്നിട്ട് A2 എന്നുള്ളതിന് നെഗറ്റീവ് സൈന് കൊടുക്കണം. രണ്ടും സ്റ്റെപ്പ് സെയിം അല്ലേ, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ആ രണ്ടും ഒരേപോലെയാണ് നമ്മൾ ചെയ്തു പോവാം. സോ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ചെയ്യുക എന്തെന്നെയാണ്? ആ ഗ്രാഫിൽ നിന്നാണ് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? സ്പീഡ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഓക്കെ, ഈ രണ്ട് ഗ്രാഫുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ s-t&v-t ഗ്രാഫിനെ പറ്റി കൃത്യമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.